പ്രൈസ് ദി ലോർഡ്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ ഒരു ദിവസം കൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് ഒരവസരവും ഒരു നിമിഷവും കൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമെന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം അനുവദിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവരുടെ മേലും ചുരുപ്പെടുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കു വേണ്ടി മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള ഭാഗങ്ങളാണ്. നമുക്കെല്ലാവർക്കും പരിചിതമായ ഭാഗമാണ്. ഞാനിവിടെ വായിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള ഭാഗങ്ങൾ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ഇതേ ഭാഗം തന്നെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 46 മുതൽ 49 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായി കഴിയും. അവിടെ പ്രത്യേകിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു, ആ ബുദ്ധിയുള്ള മനുഷ്യൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ വീട് പണിതു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശു കർത്താവ് പല ഉപമകളും യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവിന്റെ ഉപമകളെല്ലാം വളരെ സിമ്പിൾ ആയിരുന്നു. അത് മാത്രമല്ല, മനസ്സിലാകുന്ന സ്റ്റോറികളായിരുന്നു. അത് ഓർമ്മയിൽ ഇരിക്കുന്ന സ്റ്റോറികളായിരുന്നു. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഇത് വെറും ഒരു സാധാ സ്റ്റോറി പോലെ നമ്മൾ എഴുതി തള്ളുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളല്ലായിരുന്നു യേശു കർത്താവ് പറഞ്ഞത്. യേശു കർത്താവ് പറഞ്ഞ ഓരോ പാരബിൾസും നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ അർത്ഥവത്തായ ആഴത്തിലുള്ള അർത്ഥം അതിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പാരബിൾസ് കൂടുതൽ കാണുന്നത് സിനോപ്റ്റിക് ഗോസ്പൽസിലാണ്. സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയുന്നത് മാത്യു, മാർക്ക്, ലൂക്ക് എന്നീ 3 സുവിശേഷങ്ങളാണ് സിനോപ്റ്റിക് ഗോസ്പലായിട്ട് വേർതിരിച്ചിരിക്കുന്നത്. ഈ ഗോസ്പലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരബിൾസ് എല്ലാം അവര് മിക്കവാറും ഒക്കെ സെയിം സ്റ്റോറി ആയിട്ടൊക്കെ സിമിലർ സീക്വൻസിലും സിമിലർ ആയിട്ടും പിന്നെ ഐഡന്റിക്കൽ വേർഡിലൊക്കെ അവര് എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇതിനെ സിനോപ്റ്റിക് ഗോസ്പൽ എന്ന് പറയുന്നു. എന്നാൽ യോഹന്നാൻ ഇവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ യോഹന്നാന്റെ സുവിശേഷം തികച്ചും വ്യത്യസ്തമായ നിലവാരത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുവാനിടയായി തീർന്ന പാരബിൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ വീട് പണിത, അല്ലെങ്കിൽ 2 പേര് വീട് പണിത, 2 തലത്തിൽ പണിത വീടിനെ കുറിച്ചാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത്. ഒന്ന് ബുദ്ധിയുള്ള മനുഷ്യൻ, 2 ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. ഈ ബുദ്ധിയുള്ള മനുഷ്യനും ബുദ്ധിയില്ലാത്ത മനുഷ്യനും വീട് പണിയുവാനിടയായി തീർന്നു. ഈ വീട് പണിഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരാള് ആഴത്തിൽ കുഴി കുഴിച്ചു. ആഴത്തിൽ കുഴിച്ചു, അത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് അത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. ആഴത്തിൽ കുഴിച്ചതിന് ശേഷം പാറ മേലാണ് അദ്ദേഹം അടിസ്ഥാനം തുടങ്ങുവാനിടയായി തീർന്നത്. എന്നാൽ മറ്റേ മനുഷ്യൻ വീട് പണിതത് പാറയുടെ അല്ലെങ്കിൽ മണലിന്റെ പുറത്തായിരുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയും. ഇത് 2 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 3 വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. 1 മഴ, 2 ഫ്ലഡ്, 3 വിൻഡ്. ഇത് 3ഉം കടന്നു വരുമ്പോഴാണ് ഈ വീട് ഏത് നിലവാരത്തിൽ പണിതിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇത് 3 കലാമിറ്റീസ് അവിടെ ഐഡന്റിക്കലായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികളെയും, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ഫാൾസ് അക്യൂസിയേഷൻ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന
നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ശത്രുവിന്റെ സ്കീമുകള്, ശത്രുവിൻ്റെതായ കാര്യങ്ങള്, നമ്മുടെ ഡെത്ത്, ഒരു പക്ഷെങ്കിൽ ഡെത്ത്, ഒരു പക്ഷെങ്കിൽ മറ്റൊരു നിലവാരത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ നഷ്ടപ്പെടലുകൾ, നമ്മുടെ ഡിസ്പ്രഷർ, ഇറിറ്റേഷൻ എന്നിത്യാദി, അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഫ്രം സ്ട്രേഞ്ചേഴ്സ്, മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു ഇറിറ്റേഷന്, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും രോഗമുള്ള അവസ്ഥകൾ, ഇത്യാദി കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോഴാണ് ഒരു മനുഷ്യൻ എവിടെയാണ് പണിതിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. യഥാർത്ഥ ഫൗണ്ടേഷൻ ആണ് അവന്റെ ജീവിതത്തിൽ ഇട്ടിരിക്കുന്നതെങ്കിൽ അവന്റെ വിശ്വാസം വർദ്ധിക്കുവാനും അവനിൽ ദൈവിക സ്നേഹം വളരുവാനും ഇടയായി തീരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് വളരെ ഉദാഹരണം എടുക്കുവാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇയ്യോബിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത്. ഇയ്യോബിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നഷ്ടങ്ങളും ശോധനകളും പരീക്ഷകളും എല്ലാം അവന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. സുഹൃത്തുക്കൾ ഒരു ഭാഗത്ത് അവനെ കുറിച്ച് വാക്കുകൾ പറയുന്നു, ഭാര്യ വിശ്വാസം വിട്ടുകളഞ്ഞ് ത്യജിച്ചു കളക എന്ന് പറയുന്നു, മക്കൾ നഷ്ടപ്പെടുന്നു, തന്റെ സ്വത്ത് നഷ്ടപ്പെടുന്നു. ഈ സാഹചര്യത്തിലൊക്കെ തന്റെ ജീവിതത്തിൽ ദൈവത്തിലുള്ള അടിസ്ഥാനം നന്നായിരുന്നത് കൊണ്ട്, ദൈവത്തിലുള്ള വിശ്വാസം നല്ല നിലവാരത്തിലായിരുന്നത് കൊണ്ട്, ഒരു ഫൗണ്ടേഷൻ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇടവരുവാനിടയായി തീർന്നു. നമ്മളെല്ലാവരും പ്രത്യാശ നിർഭരമായി പറയുന്ന പല വാക്കുകൾ, ഇയ്യോബിന്റെ പല വാക്യങ്ങൾ നമ്മളൊക്കെ എടുക്കാറുണ്ട്. നമ്മളൊക്കെ പറയാറുണ്ട്, നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി പോകുന്നു, ദൈവം തന്നു, ദൈവം എടുത്തു എന്നിത്യാദി വാക്കുകൾ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ, ഞാൻ ഇപ്പോൾ ഈ ശരീരത്തിൽ ഇങ്ങനെ സഹിക്കുന്ന കാര്യങ്ങളൊക്കെ, ഇയ്യോബും തന്റെ ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ മനസ്സിലാക്കുക, എത്രമാത്രം കഠിനമായ ശോധനയിലൂടെയാണ് ആ പ്രിയ കർത്താവിദാസൻ കടന്നുപോയത്. ആ ശോധനയിൽ പിടിച്ചു നിൽക്കുവാൻ കാരണമായി തീർന്നത് അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ ഫേം ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ബാക്കി എല്ലാ സാഹചര്യങ്ങളും തന്നെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി, തന്നെ നശിപ്പിക്കുവാൻ വേണ്ടി, തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി, തന്നെ നശിപ്പിച്ച് തന്റെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥകളിലേക്ക് കടന്നു വന്നപ്പോഴും ആ അവസ്ഥകളെല്ലാം തന്റെ മുമ്പിൽ പരാജയപ്പെടുത്തുവാൻ കാരണമായി തീർന്നത് വേറൊന്നുമല്ല, ദൈവത്തിലുള്ള ആ സ്ട്രോങ് ഫൗണ്ടേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. നമുക്കറിയാം, ഇബ്രായ ബാലന്മാർ ആ രാജാവിന്റെ ബിംബത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്ന വാക്കുകൾ, ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലേലും എന്ന് പറയുവാൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ സ്ട്രോങ് ഫൗണ്ടേഷൻ നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടാകുവാനിടയായി തീർന്നു. പ്രോപ്പർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ്. ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ അവന്റെ ജീവിതം പരാജയമായി പെടുവാനിടയായി തീരും. നമ്മൾ ആരും പെട്ടെന്ന് 10ാം ക്ലാസ്സിലേക്ക് കയറിയല്ല പോകുന്നത്. കുഞ്ഞുനാൾ തൊട്ട് തറ പറ എന്നിത്യാദി വാക്കുകളൊക്കെ പഠിച്ച് അവരുടെ അടിസ്ഥാനങ്ങൾ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുവന്ന്, ഇച്ചിരൂടെ മുമ്പോട്ട് വരുമ്പോൾ ഗ്രാമറുകൾ പഠിച്ച്, ഇച്ചിരൂടെ മുൻപോട്ട് പോകുമ്പോൾ അതിനെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ച് അവര് പഠിച്ച് അടിസ്ഥാനമുള്ളവരായിട്ടാണ് അവർ മുൻപോട്ട് കടന്നു വരുവാനിടയായി തീർന്നത്. അല്ലെങ്കിൽ സംഭവിക്കും, നമ്മൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ അടിസ്ഥാനം ശരിയായില്ല, എന്റെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം ശരിയാകാത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മളെ നോക്കുവാൻ ആരും ഇല്ലാതിരുന്നത് കൊണ്ടും നമ്മൾ അശ്രദ്ധരായിരുന്നത് കൊണ്ടും അടിസ്ഥാനം നല്ല രീതിയിൽ കിട്ടിയില്ല എങ്കിൽ മുൻപോട്ടുള്ള നമ്മുടെ ഗമനത്തിനും പ്രശ്നങ്ങൾ സംഭവിക്കുവാനിടയായി തീരും. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും, അടിസ്ഥാനം ഇപ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഇട്ടു തുടങ്ങിയില്ലെങ്കിൽ മുൻപോട്ടുള്ള സാഹചര്യങ്ങളെ നിനക്ക് ഫേസ് ചെയ്യുവാൻ പറ്റത്തില്ല. നിന്റെ മുൻപോട്ടുള്ള നിന്റെ പഠനത്തിൽ നിനക്ക് ആ ഒരു പ്രശ്നങ്ങൾ നിന്നെ അഭിമുഖീകരിക്കുവാനിടയായി തീരും. നീ മുൻപോട്ട് പോകുമ്പോൾ സാഹചര്യങ്ങൾ ഇതായിരിക്കത്തില്ല, ഈ തലങ്ങളായിരിക്കത്തില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പ്രൈസ്. അപ്പൊ അടിസ്ഥാനം ഏറ്റവും പ്രാധാന്യത ഉള്ള, ജീവിതത്തിലായാലും ജീവിതത്തിന്റെ ഏടുകളിലായാലും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലായാലും അടിസ്ഥാനം വളരെ പ്രാധാന്യത
അർഹിക്കുന്ന കാര്യം തന്നെയാണ്. അടിസ്ഥാനമില്ല എങ്കിൽ സംഭവിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അടിസ്ഥാനം നഷ്ടപ്പെട്ട ഒരു വീടിന്റെ അവസ്ഥ നമുക്ക് ഇവിടെ കാണുവാനായി കഴിയും. അതിന്റെ വീഴ്ച ഭയങ്കരമായിരുന്നു എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറയുന്നത്. വളരെ ഡീപ്പായിട്ട് പണിത വീടും ഈ മണലിന്റെ പുറത്ത് അല്ലെങ്കിൽ മണലിന്മേൽ പണിതിരിക്കുന്ന വീടും അതിന്റെ വീഴ്ചയ്ക്ക് ഉള്ള വ്യത്യാസം നാം നോക്കൂ. മറ്റേ വീട് സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് ഫൗണ്ടേഷനിൽ നിലനിന്നത് കൊണ്ട് അവിടെ തന്നെ നിൽക്കുവാനിടയായി തീർന്നു. എന്നാൽ മറിച്ച് ഇപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നു പറഞ്ഞാൽ, കാറ്റടിച്ചപ്പോൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ, അല്ലെങ്കിൽ മറ്റ് നിലവാരത്തിൽ ഫ്ലഡ് വന്നപ്പോൾ, മറ്റു നിലവാരത്തിലുള്ള വിൻഡ് വന്നപ്പോൾ, ഈ പ്രതികൂലങ്ങളെ, ഈ പ്രതിസന്ധികളെ, ഇതിനെയൊന്നും ആർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഈ ഭവനത്തിന് വീഴ്ചയ്ക്ക് അല്ലെങ്കിൽ പിടിച്ചു നിർത്തുവാൻ പറ്റിയില്ല. അതിന്റെ വീഴ്ച അതിന്റെ തലങ്ങളിൽ ഭയങ്കരമായിരുന്നു എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. വളരെ ആഴമായ അർത്ഥങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ പുതിയ ടെക്നോളജി ഒക്കെ വന്നതിന് ശേഷം നമുക്കറിയാമല്ലോ, ഭൂമി കുലുക്കമുണ്ടായാൽ പോലും ഈ ബിൽഡിങ്ങുകൾ തകർന്നു പോകാത്ത നിലവാരത്തിലുള്ള ടെക്നോളജികൾ ഇന്ന് വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർ അതനുസരിച്ചാണ് ബിൽഡിങ്ങുകളൊക്കെ പണിയുവാൻ വളരെ പരമാവധി ശ്രമിക്കുന്നത്. എന്നാൽ പല പണികളും ഇന്നുകൊണ്ട് ചില സമയത്ത് ചില സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ, ചില പണികളൊക്കെ എന്ത് ചെയ്യുന്നു, തകർന്ന് തരിപ്പണമായി തീരുവാനിടയായി തീരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? അടിസ്ഥാനം ശരിയാകുന്നില്ല. അവർ ഇന്നാണ് ആ ടെക്നോളജി കണ്ടെത്തിയെങ്കിൽ, എന്റെ കർത്താവ് പറയുകയാണ്, ലോകസ്ഥാപനത്തിന് മുമ്പ്, ഇതിനൊക്കെ മുമ്പ് എല്ലാം എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനം നമ്മുടെ കരങ്ങളിൽ തന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഈ നൂറ്റാണ്ടിന് മാത്രമല്ല, കഴിഞ്ഞ നൂറ്റാണ്ടിന് മാത്രമല്ല, അടുത്ത നൂറ്റാണ്ടിനും അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന തിരുവചന സൂക്തങ്ങളെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങളിൽ അത് നൽകപ്പെട്ടിരിക്കുകയാണ്. അത് നമ്മുടെ കരങ്ങളിൽ തന്നിട്ട് ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുകയാണ്, നീ ഇന്ന് ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ ആഴത്തിൽ മണ്ണ് നീക്കിയതിനു ശേഷം പാറമേൽ പണിത, ഹല്ലേലൂയ, മഴ വരുമ്പോൾ, ഹല്ലേലൂയ, അവസ്ഥകൾക്ക് വ്യത്യാസങ്ങൾ വരുമ്പോൾ, നിലവാരങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുമ്പോൾ, തരങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുമ്പോൾ, പ്രതീക്ഷകൾ ഇല്ലാതായി തീരുമ്പോൾ, പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുമ്പോൾ, തകർന്നു എന്ന് തോന്നുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ, തകർന്നു വീഴുവാൻ, ഉടഞ്ഞു വീഴുവാൻ, നശിച്ചു പോകുവാൻ കാരണമായി തീരുവാനിടയായി തീരും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനായി നമ്മുടെ അടിസ്ഥാനം ഇടണമെന്നാണ് യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്കറിയാം, പണമുണ്ട്, സാഹചര്യങ്ങളുണ്ട്, സമ്പത്തുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും പലപ്പോഴും പലരും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഇന്നൊക്കെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രതിസന്ധി അല്ലെങ്കിൽ ആ ഒരു തലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ജയിലിലും ഒക്കെയുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ നമുക്കറിയാം. പലരും, അവരെല്ലാവരും ഈ ലോകത്തിൽ നിന്ന് തന്നെ തങ്ങളുടെ ജീവനെ എടുക്കുവാൻ അവർക്ക് അവകാശമില്ല എന്ന് മനസ്സിലാക്കിയിട്ടും അവർ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുവാൻ കാരണമായി തീർന്നത് എന്തെന്നറിയാമോ? അടിസ്ഥാനം അവരുടെ ജീവിതത്തിൽ ഇല്ലാഞ്ഞതുകൊണ്ട് അവർ തകർന്നു പോകുവാനിടയായി തീർന്നു. വൻമരങ്ങൾ താണു വീഴുവാനിടയായി തീർന്നു. അവരുടെ വീഴ്ച വളരെ ഭയങ്കരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, പ്രതികൂല കാറ്റുകൾ ഇതെല്ലാം ആഞ്ഞടിച്ച സാഹചര്യത്തിലും അപ്പോസ്തലനായ പൗലോസ് എന്ത് ചെയ്യുന്നറിയാമോ? ഇടുങ്ങിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹാർഡ് പ്രസ്ഡ് ഓൺ എവറി സൈഡ് ബട്ട് വി ആർ നോട്ട് പ്രസ്ഡ് എന്ന്. ഹല്ലേലൂയ. നമ്മൾ എല്ലാ തലത്തിലും ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ എല്ലാം ഇങ്ങനെ ഹാർഡ് പ്രസ്ഡ് ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും തകർന്നു പോകാത്ത തലത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കുന്നത്. കഷ്ടത വരട്ടെ, ശോധന വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, എല്ലാ പ്രതിസന്ധികളും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ, എന്നാൽ ഇവയൊന്നും ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. മരണത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ ഇതിനൊന്നിനും എന്റെ ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റുവാൻ കഴിയത്തില്ലെന്ന് അപ്പോസ്തലനായ പൗലോസിന് വിളിച്ചു പറയുവാൻ എവിടുന്നാണ് പ്രേരണ ലഭിച്ചത്? അദ്ദേഹത്തിന് ലഭിച്ച സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലങ്ങൾ വന്നപ്പോൾ, തന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ശാരീരിക പ്രയാസങ്ങൾ വന്നപ്പോൾ ദൈവത്തോട് 3 വട്ടം പ്രാർത്ഥിച്ചു എന്ന് നമുക്കറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. സാഹചര്യത്തിൽ ദൈവം അവനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ
തികഞ്ഞു വരുന്നു. ആ ശക്തി അവന്റെ ജീവിതത്തിൽ പ്രാപിച്ചത് കൊണ്ട്, ആ ശക്തി അവന്റെ ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ട്, എന്നിട്ട് അവസാനം നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഒരുക്കിയിരിക്കുന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല, അവന് പ്രത്യാശയുള്ളവർക്കെല്ലാം ദൈവം തമ്പുരാൻ ഒരുക്കിയിരിക്കുന്ന അതിനെ കുറിച്ച് പറയുവാൻ എവിടുന്നാ ഇത്ര ധൈര്യം കിട്ടിയത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. മിന്നുന്ന വാളിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഇത്രത്തോളം, ഹല്ലേലൂയ, ആ ശബ്ദം കേട്ടുകൊണ്ട് ഇത്രത്തോളം പറയണമെങ്കിൽ സ്ട്രോങ് ഫൗണ്ടേഷൻ അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. Praise the Lord. Hallelujah. 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 Life can be full of unexpected things. Hallelujah. Either happy or sad. But no matter what happened, hallelujah, just keep a loving heart, a wise mind, and a strong faith in God. He will always stay with us through all the journey of our life. എന്ന് ഒരു ചിന്തകൻ പറവാണ്ടായി തീർന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയ കാര്യങ്ങൾ കടന്നു വരുമ്പോഴാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കടന്നു വരുമ്പോഴാണ് നമ്മുടെ വയസ്സും അൺവയസ്സും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടപ്പാൻ ശ്രമിപ്പിൻ എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജ്ഞാനികളായിട്ടത്രേ നമ്മളെല്ലാവരുമായി തീരേണ്ടത്. നമ്മൾ ആരും അജ്ഞാനികളായി തീരുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവർ ഫൗണ്ടേഷൻ ഷുഡ് ബി ഡീപ്. നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനം ആഴമുള്ളതായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ തകർന്നു പോകാതിരിക്കുവാൻ ഇടയായി തീരത്തുള്ളൂ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യൂസ് അവർ റിസോഴ്സസ് പ്രോപ്പർലി. നമ്മുടെ റിസോഴ്സസ് എന്ത് ചെയ്യണം എന്നറിയാമോ? പ്രോപ്പർ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ അറിയാത്തവൻ പരാജയപ്പെടുവാണ്ടായിത്തീരും. യേശു കർത്താവ് പല അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ, പല അടയാളങ്ങൾ ചെയ്തപ്പോൾ, അപ്പം ഒക്കെ എടുത്തപ്പോൾ, ഇതെല്ലാം നടത്തിയപ്പോഴും ശിഷ്യന്മാരോട് ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം ഓർപ്പിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ റിസോഴ്സസ് ഒക്കെ ഓക്കെയാണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇപ്പോൾ ഇതാരോടും പറയരുത്. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ അടിസ്ഥാനമുള്ളവരായി തീർന്നിട്ടില്ല. നിങ്ങൾ അടിസ്ഥാനം നിങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പറയുവാനുള്ള അവസരം ഉണ്ടാകുവാനിടയായി തീരുമെന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുവരെയും ശിഷ്യന്മാരോട് പറഞ്ഞത് ഇപ്പം പറയണ്ട, ഇപ്പൊ ഇത് വെളിപ്പെടുത്തണ്ട, ഇപ്പം കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം അടിസ്ഥാനം. അതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞത് ഞങ്ങളുടെ പണിക്ക് പോകുകയാണെന്നും പറഞ്ഞ് പോകുവാനിടയായി തീർന്നത്. അപ്പോൾ ആകെ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ, എല്ലാവരും ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന സാഹചര്യം, യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു, അങ്ങനെ മറ്റു തലങ്ങളിലൊക്കെ ആയിരിക്കുന്ന സാഹചര്യം, ഇനി ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെയും പിടിച്ചുകൊണ്ട് ഞങ്ങളെയും ക്രൂശിക്കുവാനിടയായി തീരുമെന്നൊക്കെ മനസ്സിലാക്കിയ ശിഷ്യന്മാർ അവരുടെ വിശ്വാസം അവിടേക്ക് വെച്ചതിന് ശേഷം പടകും വലയും എടുത്ത് പോയ സാഹചര്യം നമുക്കറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിനോട് യോഹന്നാനോട് ചോദിക്കേണ്ട സാഹചര്യം വന്നു. നീ എന്നെ ആഴമായി സ്നേഹിക്കുന്നുണ്ടോ, എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവരെയൊക്കെ ഉറപ്പിച്ച് അടിസ്ഥാനം ബിൽഡ് ചെയ്ത് കൊടുക്കുവാൻ ദൈവത്തിന്, യേശു കർത്താവിന് ഇടയായി തീർന്ന് മനസ്സിലാക്കുവാനായി സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ചില സാഹചര്യം റിസോഴ്സസ് ഒക്കെ ഒത്തിരി ഉണ്ട്. റിസോഴ്സസ് അവിടെ കിടപ്പുണ്ട്, റിസോഴ്സസ് ഇവിടെ കിടപ്പുണ്ട്. റിസോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ, കറക്റ്റ് ആയിട്ട് ചെയ്യുവാൻ അറിഞ്ഞില്ലെങ്കിൽ, ഇവിടെയും നോക്കൂ, കല്ലാണ് ഉപയോഗിച്ചത്, ഇവിടെയും ഇഷ്ടികയാണ് ഉപയോഗിച്ചത്, ഇവിടെയും ഹല്ലേലൂയ മറ്റു കാര്യങ്ങളൊക്കെയാ ഉപയോഗിച്ചത്, മറ്റടുത്ത് ഉപയോഗിച്ച പോലെ കാര്യങ്ങളൊക്കെയാ ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിലും ഉപയോഗിച്ച സ്ഥാനം അല്ലെങ്കിൽ അത് യോഗ്യമല്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് അവിടെ പരാജയം അവന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായി തീർന്നു. നമ്മുടെ റിസോഴ്സുകൾ എല്ലാം വളരെ തക്കത്തും ആപ്റ്റായിട്ടും നമ്മൾ ഉപയോഗിക്കുവാനിടയായി തീരുവാൻ ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിസ്ഥാനത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 19 വാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഭാഗത്തേക്ക് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു പക്ഷെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ അടിസ്ഥാനം അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് ഇത് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ, കാറ്റടിക്കുമ്പോൾ, തിരമാലകൾ അടിക്കുമ്പോൾ, ഹല്ലേലൂയ മറ്റു കൊടുങ്കാറ്റുകൾ കടന്നു വരുമ്പോൾ, ഈ സാഹചര്യത്തിലാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവൻ യഥാർത്ഥ
ക്രിസ്ത്യാനിയാണോ യഥാർത്ഥ ക്രിസ്ത്യാനി അല്ലോ എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. വീടിന്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ, വീടിന്റെ സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ, വീടിന്റെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ, വീടിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ, വീടിന്റെ നിലവാരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല ഏത് തരത്തിലായി ഈ വീട് പണിതിരിക്കുന്നതെന്ന്. എന്നാൽ ഈ സാഹചര്യങ്ങൾ വരണം, ഈ അവസ്ഥകൾ വരണം, ഈ നിലവാരങ്ങളിലൂടെ കടന്നു പോകണം. എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്താണ് യഥാർത്ഥമായിട്ട് വൈസാണോ അൺവൈസ് ആയിട്ടാണോ ഞാൻ എന്റെ ജീവിതം പടുത്തുയർത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാനൊരു ഉദാഹരണം ഏതോ ദൈവദാസൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. യൂണിഫോം ഇട്ട എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ആ സ്കൂളിൽ അല്ലെങ്കിൽ സെന്റ് തോമസ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു കുട്ടിയെ വിളിച്ചതിന് ശേഷം യൂണിഫോം ഇട്ടു, 1ാം ക്ലാസ് ആയി, 2ാം ക്ലാസ് ആയി, 3ാം ക്ലാസ് ആയി, 4ാം ക്ലാസ് ആയപ്പോൾ എന്തോ വിളച്ചിൽ കാണിച്ചതിന് ശേഷം പറഞ്ഞു വിട്ട് ആ കുട്ടി ആ യൂണിഫോമുമായിട്ട് തുടർന്ന് പോയി കഴിഞ്ഞാൽ സെന്റ് തോമസിൽ പഠിക്കുന്ന കുഞ്ഞാണെന്നേ മറ്റുള്ളവർക്ക് തോന്നത്തുള്ളൂ. സെന്റ് തോമസിൽ പഠിക്കുന്ന കൊച്ചായിട്ടേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ സെന്റ് തോമസിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് ഈ കുഞ്ഞ് വേറിട്ട് പോകുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. യൂണിഫോം ഇട്ടത് കൊണ്ട് കാര്യമില്ല. യൂണിഫോം ഇട്ട മറ്റേ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് കടന്നു പോകുമ്പോൾ ഈ കുട്ടി പുസ്തകം എടുത്താൽ സ്കൂളിലേക്കായിരിക്കത്തില്ല പോകുന്നത്, മറ്റെവിടെയെങ്കിലും പോകുവാനിടയായി. ഞാൻ പറഞ്ഞതിന്റെ സാരം അടിസ്ഥാനം വളരെ പ്രാധാന്യമാണ്. അടിസ്ഥാനം മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? ഹല്ലേലൂയ. കണ്ടാ മനസ്സിലാകത്തില്ല, കേട്ടാ മനസ്സിലാകത്തില്ല. ഒരു പക്ഷേ അതിന്റെ അവസ്ഥകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. നല്ല പെയിന്റ് അടിച്ചിട്ടുണ്ട്, നല്ല 1ാം തരം തലത്തിലാണ് പണിഞ്ഞിരിക്കുന്നത്, അടിയിലേക്കാണല്ലോ അടിസ്ഥാനം. അതുകൊണ്ട് മേളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇത് അത്രമാത്രം നല്ല രീതിയിലാണ് പണിതിരിക്കുന്നതെന്ന്. എന്നാൽ പക്ഷെ നമുക്ക് തോന്നും നല്ല ഭംഗിയുള്ള പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കി, സുന്ദര കുട്ടപ്പനാക്കി ഇട്ടിരിക്കുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും നല്ല ഭംഗിയുള്ള വീട്, നല്ല വീടെന്ന് മനസ്സിലാക്കും. പ്രൈസ് ദി ലോർഡ്. എന്ന കാറ്റടിക്കുമ്പോഴാ സഹോദര, കൊടുങ്കാറ്റടിക്കുമ്പോഴാ സഹോദര, ചുഴലിക്കാറ്റ് വരുമ്പോഴാ സഹോദര, എത്രമാത്രം ആഴത്തിലാണ് എന്റെയും നിന്റെയും ഭവനം പണിതിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുവാനിടയായി തീരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഫാൾസ് സെക്യൂരിറ്റി ആണ് പിശാച് നമുക്ക് തരുന്നത്. ഫോൾസ് സെക്യൂരിറ്റി. ഹല്ലേലൂയ. ഫാൾസ് അഷ്വറൻസ് ആണ്, സെക്യൂരിറ്റി ആണ് പിശാച് നമുക്ക് തരുന്നത്. ഇത് മതി, ഇത്രയൊക്കെ മതി, ഇത്ര നിലവാരമൊക്കെ മതി, ഇത്ര പെയിന്റ് ഒക്കെ മതി, ഇത്ര അടിസ്ഥാനമൊക്കെ മതി, ഇത്ര സാഹചര്യമൊക്കെ മതി, ഇത്ര നിലവാരത്തിലേക്ക് പോയാൽ മതി, ഈ സാഹചര്യത്തിലൊക്കെ ആയിത്തീർന്നാൽ മതി. എന്റെ സഹോദര, ഇതൊക്കെ ചെവിയിൽ മന്ത്രിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഞാൻ അങ്ങനെ പോകാനുള്ളവനല്ല. ഞാൻ ബുദ്ധിയില്ലാത്തവനെ പോലെ വീട് പണിയേണ്ടവനല്ല. ഞാൻ ബുദ്ധിയുള്ളവനെ പോലെ അടിസ്ഥാനമിട്ട് പാറമേൽ പണിയുന്ന അടിസ്ഥാനമുള്ള ഒരു വ്യക്തിയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ആ നിലവാരത്തിലേക്ക് എത്തപ്പെടുവാൻ സാധിക്കുന്നു? അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിശാച് ആദാമിന്റെ അടുക്കൽ ചെന്ന് എന്താ പറഞ്ഞെന്നറിയാമോ? ദൈവത്തെ പോലെ ആയിത്തീരും. ഫോൾസ് അഷ്വറൻസ് ഇതെല്ലാം ഇങ്ങനെ കൊടുത്ത് അവന്റെ ആത്മിക മരണത്തിന് കാരണമായി തീരുവാനിടയായി തീർന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര, ഫാൾസ് അഷ്വറൻസിൽ വിശ്വസിക്കരുത്. മറ്റുള്ളവർ പറയുന്നതിൽ വിശ്വസിക്കരുത്. ഇത്രയും പോയാൽ മതി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മറ്റു തലങ്ങളിൽ ഉന്തി വീഴ്ത്തിലും തള്ളി വീഴ്ത്തിലും ഒന്നും വിശ്വസിക്കരുത്. മറ്റു തലങ്ങളിൽ ഒന്നും വിശ്വസിക്കരുത്. അടിസ്ഥാനമുള്ളവരായി, വേരൂന്നിയവരായി ദൈവവചനത്തിൽ ഹല്ലേലൂയ വളരുവാൻ, ദൈവവചനത്തിൽ അടിസ്ഥാനമുള്ളവരായി തീരുവാൻ ദൈവവചനം ഉത്സാഹിക്കണമെന്ന് ദൈവദാസൻ എന്ന നിലയിൽ ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ വാക്കിൽ ഇവിടെ നിർത്തുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടുന്നത്, ഇന്ന് ലോകത്തിന് വേണ്ടുന്നത് സെക്യൂരിറ്റി വേണം വിത്ത് അവർ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് കംഫർട്ട് വേണം ക്രൈസ്റ്റ് ഇല്ലാതെ, അവർക്ക് പേസ് വേണം ക്രൈസ്റ്റ് ഇല്ലാതെ. സഹോദര, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കത്തില്ല. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതാൽ മാത്രമേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനിടയായി തീരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ വചനത്തിൽ, ദൈവത്തിന്റെ ബ്ലെസ്സിങ്സിൽ, ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ എത്തപ്പെടുവാൻ ഇടയായി തീരണം എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ്. ദൈവത്തെ അറിയുന്നവനാണ് ദൈവത്തെ അനുസരിക്കുന്നത്. ദൈവത്തെ അറിയുന്നവൻ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുന്നവനാണ്. ഹല്ലേലൂയ. അത് പ്രാക്ടീസ് ചെയ്യുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. To know Christ is to love God. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യത അർഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഴ വരുമ്പോൾ, ഹല്ലേലൂയ, കാറ്റ് വരുമ്പോൾ, തിരമാല, ഹല്ലേലൂയ, ഹല്ലേലൂയ, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, ഹല്ലേലൂയ, ഈ സാഹചര്യങ്ങളെല്ലാം
പിടിച്ചു നിൽക്കണമെങ്കിൽ വയസ്സായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ, അടിസ്ഥാനമുള്ളവരായി തീർന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ വാക്കിലൂടെ നിർത്തുവാൻ പോകുകയാണ്. നമ്മുടെ കണ്ണുകളെ നമുക്ക് നടക്കാം. ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ അടിസ്ഥാനങ്ങൾ പലപ്പോഴും ഞാൻ പതറിപ്പോകുന്ന അവസ്ഥകൾ, പലപ്പോഴും തകർന്നു പോകുമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ, ജീവിതം മതി എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കർത്താവേ, അടിസ്ഥാനം എന്റെ ജീവിതത്തിൽ തന്നതുകൊണ്ട്, അങ്ങയുടെ വചനം എന്റെ ഉള്ളിൽ തന്ന് എന്നെ ബലപ്പെടുത്തുന്നത് കൊണ്ട്, അങ്ങയുടെ വചനം എന്നെ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തുന്നത് കൊണ്ട് കർത്താവേ, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അജ്ഞാനികളായിട്ടല്ല കർത്താവേ, ജ്ഞാനികളായിട്ട് അത്രയും ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയോട് ഇടപെടുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ